പടം എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കളറിങ്ങും മേക്കിങ്ങും അതിൻ്റെ ആർട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ചെയ്തവരെല്ലാവരും കൊണ്ട് നല്ല എഫേർട്ടിലാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു റെസ്ലിംഗ് ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാനൊരു സുഖമുണ്ട്. നല്ലൊരു ഓളപ്പടം എന്ന് വെച്ചാൽ ടോട്ടോമ്പോ കാണുന്ന പോലെ കൊച്ചി ബേസിലെ ആൾക്കാർക്ക് നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. കുഴപ്പമില്ല. ആദ്യത്തെ 100 കോടി അടിക്കാൻ സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ മമ്മൂട്ടിയുടെ റെഫറൻസും ആദ്യം കാണിക്കുന്നുണ്ട്. ഇക്കാതിനാണ് വരാൻ പോകുന്നത് ഉറപ്പാണ് കേട്ടോ. ജയിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ സത്യം പറയാൻ ഉഗ്രം പടം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടവരെ നമ്മളൊരു ഇൻട്രസ്റ്റിലാണ് നിൽക്കണം. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പറയാൻ പറ്റില്ല, ആ ക്യാരക്ടർ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടറിനെ കൂടി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അടിപൊളിയായിട്ടുള്ള ഫീലായിരിക്കും. പടം നല്ല പടമാണ്. ഞാൻ സത്യസന്ധമായപ്പോഴാണ് പടം ഹിറ്റാണ്. അതിനൊന്നും വിചാരിക്കാനല്ല. അർജുൻ അശോകിൻ്റെയൊക്കെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. റോഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇഷാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാഖ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഇവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. മലയാള സിനിമയിൽ ഇന്ന് വരെ ഇവരാരും ചെയ്യാത്ത ഒരു റോളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ലാസ്റ്റ് ആ ഇൻ്റർവെൽ പഞ്ചിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പടം വേറെ ലെവൽ, വേറെ മൂഡാണ്. നമ്മൾ ഇന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരം ഫൈറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം വലിയ ടീമുകളാണ്. എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ പടം ഹൈ ക്വാളിറ്റി ആയിരിക്കും. അടിപൊളി ഡയറക്ഷനാണ്, നല്ല സ്ക്രിപ്റ്റാണ്, എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കൊച്ചി, പൂർണ്ണ കൊച്ചി സിനിമ തന്നെയാണ്. പച്ച മട്ടാഞ്ചേരി ഇടിപ്പടം തന്നെയാണ്. കാരണം ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്കും കൂടെ സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു റോള് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചു. ഇത്രയും നല്ലൊരു പടത്തിൽ അവസരം കിട്ടി, ഞാൻ ചെയ്തു. എന്തായാലും എൻ്റെ മാത്രമല്ല പക്ഷേ മറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും മികച്ച ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും പടം നല്ല രസമായിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് കടക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ലൊരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കൊല്ലത്തെ ആദ്യത്തെ ഹിറ്റ് പടമാണ്, അത് ഉറപ്പിച്ചോ. ഞാൻ പ്രതീക്ഷയെക്കാട്ട് അപ്പുറത്തുണ്ട്. കോമഡി, ആക്ഷൻ എല്ലാം ഉണ്ട്. ഒരു WWE സ്റ്റൈലിൽ ടിപ്പിക്കൽ മട്ടാഞ്ചേരി ഫോട്ടോജി പടം. എനിക്കോട് മഞ്ഞുമൽ ബോയ്സിൽ ഹിറ്റാവുന്ന പോലെ ഹിറ്റാവും. നല്ലൊരു എൻ്റർടൈനറാണ്. യാതൊരു ലാഗും ഇല്ല. നമ്മളിതിലെ കാണാത്ത ഒരു പുതുമയുള്ള ഫിലിമാണ്. ഇതിലെ കാണാത്തുള്ള പടമാണ്. ആക്ഷൻ മറ്റേ ഇൻ്റർവ്യൂവിൽ അടിപൊളിയായിട്ട് തോന്നുന്ന ഇപ്പോഴത്തെ 2K പിള്ളേർക്ക് പറ്റിയ പടമാണ്. ഒരു മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് ഫ്ലേവറിൽ ചോട്ടോമ്പ സ്റ്റൈലല്ല, പക്കാ മാസ് അപ്പീലുള്ള പടമാണ്. അത് ഇതിലെ വേറൊരു ഇമേജാണ്. അർജുന അശോകനല്ല വേറെ ഇമേജിലേക്ക് പോകുന്നത്. ഇതുവരെ ചെയ്ത റോൾസ് അല്ല. മാസ് പടങ്ങൾ ഇവർക്കും പറ്റുമെന്ന് തെളിയിക്കുകയാണ്. പക്കാ മാസ് പടം, നല്ല ആവേശമുള്ള പോലെ, നല്ല ഒരു ക്രിക്കറ്റ് മാച്ച് കാണുമ്പോഴേക്കും ഒരു നിമിഷം പോലും നമുക്ക് ലാഗുമൊന്നുമില്ല. എന്നാൽ വെറും ആക്ഷൻ മാത്രമല്ല, ഒപ്പം കുറച്ച് കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവ്യൂവിൽ അടിപൊളിയായിട്ട് തോന്നുകയാണ്. ഇത് ഭയങ്കര ഹിറ്റായി. മഞ്ഞുമൽ ബോയ്സിലെ ഇടുന്നുള്ള ഹിറ്റാവും. കാരണം ഇപ്പോഴത്തെ ഈ കാലത്തെ ഒരു പടമാണ്. ഇപ്പോഴത്തെ യൂത്തിൻ്റെ പൾസ് മനസ്സിലാക്കി ഉണ്ടാക്കിയ ഫിലിമാണ്. പടം സൂപ്പർ ഹിറ്റാണ്. 200 കോടി ഉറപ്പാണ്. 2026 100 കോടിയാണ്. പടം മൊത്തം നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ, ഒരു റെസ്ലിംഗ് വൈബിലാണ് പടം പോകുന്നത്. ക്യാമറ വർക്ക് സീനിൽ കാണാൻ അടിപൊളിയാണ്. ഒരു ആവേശമുള്ളൊരു പടം, ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു പടം. നമ്മൾ മലയാളത്തിൽ അങ്ങനെ കണ്ട് പരിചയമില്ലാത്തൊരു രീതിയിലുള്ളൊരു പുതിയൊരു അറ്റംപ്റ്റാണ്. ആ അറ്റംപ്റ്റ് എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ TV-യിൽ പണ്ട് റെസ്ലിംഗ് ഒക്കെ കാണുന്ന അതൊരു വൈബിലേക്ക് വന്നിട്ടുണ്ട്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഇതുവരെ തന്നെ അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്, നല്ല സ്കോറാണ്, സീൻ ബൈ സീൻ നല്ല എൻ്റർടൈനിങ് ആണ് പടം. അത് മൊത്തം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. മറ്റേ ഇതൊരു പുതിയ അറ്റംപ്റ്റാണ്. പിന്നെ നമ്മൾ പണ്ട് ഇത് WWE ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കുറച്ച് കൂടുതൽ കണക്റ്റ് ആവും. അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ബെഡിൽ നിന്നുള്ള ഫൈറ്റ്, അതൊക്കെ നമ്മൾ പണ്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതൊക്കെ നല്ല നൊസ്റ്റാൾജി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉള്ള, നല്ല എൻ്റർടൈനിങ് മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ഇതുവരെ ഫീൽ ചെയ്യുന്നത്.